2 ദിവസം കൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഇട്ടിരുന്നു, നമ്മളുടെ യൂട്യൂബിലും ഷോർട്സിലിട്ടിരുന്നു. ഈ കല്യാണം വിവാഹ ധൂർത്തിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു ഫാമിലിയിൽ 23-24 ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കണം എന്നുള്ളത് അന്നത്തെ കാലത്ത്, നമ്മുടെയൊക്കെ കാലത്ത്, എൻ്റെ ഏജുള്ളവരുടെ അടുത്താണ് കേട്ടോ, നിർബന്ധമായിരുന്നു അല്ലേ. ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 24, 25, 26 ആകുമ്പോഴേക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ പേരൻസിന് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്, അയ്യോ കുട്ടിയുടെ കല്യാണം ആയില്ല, 1008 വഴിപാടുകൾ നടത്തും, പിന്നെ ജ്യോത്സ്യന്മാരെ കാണും. ഞങ്ങൾ ഹിന്ദുസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള മതത്തിലുള്ളവരാണെങ്കിൽ കാണുന്നവരോട് എല്ലാവരോടും പറയും എങ്ങനെയെങ്കിലും മകൾക്ക് നല്ലൊരു അലയൻസ് വരണം എന്നോർത്തിട്ട് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ സോഷ്യലൈസിങ് ചെയ്തിട്ട് ദേ വിൽ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് എ ഗ്രൂം. പിന്നീട് അപ്പോൾ കുട്ടിയുടെ പഠിത്തം കഴിഞ്ഞിട്ടുണ്ടാവുക, ചിലർ ഇപ്പം പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ ചെയ്തവരാണെങ്കിൽ, ഇപ്പം എന്നെ പോലൊക്കെ ആണെങ്കിൽ ആരംഭിച്ചിട്ടുണ്ടാവുള്ളൂ, പൈസ സമ്പാദിച്ച് തുടങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. പ്രൊഫഷണൽ കോഴ്സസ് അല്ലേ. ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിലും എൻജിനീയേഴ്സ് ആണെങ്കിൽ പിന്നെ കുറച്ചുകൂടി പെട്ടെന്ന് ജോലി കിട്ടിയിട്ടുണ്ടാവും, ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ വഴി. അന്നൊക്കെ അത് കുറവാണ് ആ കാലങ്ങളിൽ, വളരെ കുറവ് എൻജിനീയറിങ് കോളേജസേ ഉള്ളൂ. എൻട്രൻസ് എഴുതി കിട്ടിയ കോളേജസിലാണ് എല്ലാവരും പഠിക്കുക അന്നൊക്കെ. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനും അതുപോലെയുള്ള ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകാം, ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ ആ സമയത്ത് ചിലപ്പോൾ ആരും വാശി പിടിക്കില്ല ജോലി കിട്ടിയിട്ട് വേണം കല്യാണം കഴിക്കാമെന്ന്. കാരണം അത് അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. പിന്നെ അന്ന് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഒരു അലയൻസ് വന്നു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർ തന്നെ തീരുമാനിച്ച് കല്യാണം നടത്തി കൊടുക്കും. പെൺകുട്ടികളും അധികം പറയാറില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഒരു ലവ് അഫെയർ ഒക്കെ ഉണ്ടെങ്കിൽ ആ കല്യാണം വേണം എന്ന് കുട്ടികൾ ശാഠ്യം പിടിക്കുന്ന അവസരത്തിൽ മാത്രമാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും വിവാഹം അങ്ങനെ തന്നെയാണ് കഴിക്കുക. അച്ഛനമ്മമാർ തന്നെയാണ് ചിലവുകളും എടുക്കുക. പെൺകുട്ടിയുടെ അച്ഛനമ്മമാരാണ് അധികവും കൂടുതൽ ചിലവെടുക്കുക. ആൺകുട്ടികളുടെ അച്ഛനമ്മമാർ എടുക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ അധികവും പെൺകുട്ടികളുടെ വീട്ടിലുമാണല്ലോ ചിലവ് കൂടുതൽ. ആഭരണങ്ങളും പിന്നീട് എന്താ പറയുക, സദ്യ ഒരുക്കങ്ങളും, ഇതെല്ലാം പെൺകുട്ടിയുടെ വീട്ടിലാണ് കല്യാണത്തിൻ്റെ ഇതായിട്ടുള്ളത്. പയ്യൻ്റെ വീട്ടിൽ അവർക്ക് തീരുമാനിക്കാം ഇനിയൊരു റിസപ്ഷൻ വെക്കണോ, അതോ എല്ലാ ആളുകളെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ സദ്യയിൽ പങ്കെടുപ്പിക്കണോ. അതൊക്കെ അന്നത്തെ കാലത്ത് അവരവരുടെ ഇഷ്ടമാണ്. ആരതിലും ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ നിർബന്ധം പിടിക്കില്ലല്ലോ. നിങ്ങൾ അവിടെ മകളെയും കൊണ്ട്, എൻ്റെ മകളെ അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു റിസപ്ഷൻ വെക്കണം, അങ്ങനെയൊന്നും പറയാനുള്ള അധികാരം പെൺവീട്ടുകാർക്കില്ല. അത് ആൺവീട്ടുകാരുടെ ഇഷ്ടമാണ് അല്ലേ. അതേസമയം പെണ്ണിൻ്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ എല്ലാം, ഒട്ടുമിക്ക ആളുകളും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ക്ഷണിക്കുന്നതായിരിക്കും. അവർ ഇപ്പോൾ ജോലിക്കാരാണ്. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, അച്ഛൻ ഒരു നല്ല പൊസിഷനിലിരുന്ന് റിട്ടയർ ചെയ്ത ഒരു ഗസറ്റഡ് ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്ഷൻസിലുള്ള ആളുകളൊക്കെ ആയിരിക്കും വരിക അല്ലേ. അച്ഛൻ്റെയും അമ്മയുടെയും കണക്ഷൻസിൽ നിന്നുള്ള ആളുകളായിരിക്കും. ഇതിൽ പകുതി പേരെ എനിക്കറിയില്ല. മേ ബി അച്ഛനൊക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്ത് ബന്ധമൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ അറിയാമെന്നല്ലാതെ എല്ലാവരും ഒന്നും എനിക്കറിയില്ല. അമ്മയുടെ ടീച്ചേഴ്സ് ആയതുകൊണ്ട്, നമ്മൾ അമ്മയുടെ സ്കൂളുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അത് കുറേ പേരെ അങ്ങനെ അറിയാം. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് ഇവരുടെ ബന്ധങ്ങളിൽ നിന്ന് വരുന്നതാണ് ആ സമയത്ത്. പിന്നെ പെൺകുട്ടി ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ സമ്പാദിച്ചു തുടങ്ങിയിട്ടുമില്ലായിരുന്നു. സോ ഈ അവസരത്തിൽ എനിക്ക് ചിലവുകൾ എടുക്കാൻ നിർവാഹമില്ല. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, പെൺകുട്ടികൾക്ക് ഈ ആർഭാട വിവാഹം ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഈ കല്യാണം ഇതൊക്കെ ചെയ്യണം, മഞ്ഞൾ കല്യാണം നടത്തണം, സേവ് ദ ഡേറ്റ് നടത്തണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്ട്രാ മണിക്ക് വേണ്ടിയിട്ട്, ഇതൊക്കെ ഭയങ്കര ആർഭാടമായിട്ടാണ് ഈ സേവ് ദ ഡേറ്റും ആ ഷൂട്ടിങ്ങൊക്കെ, ലൊക്കേഷനൊക്കെ എവിടേക്കോ എക്സോട്ടിക് പ്ലേസിൽ എല്ലാവരും കൂടി പോവുക. അപ്പോൾ അതിനൊരു ചിലവ് ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വന്നിട്ട് പെൺകുട്ടികൾ വഹിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ വിവാഹ ചെലവ് മുഴുവനും പെൺകുട്ടികൾ വഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ഇതിനകത്ത് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആൻറ്റിയുടെ കല്യാണം എങ്ങനെയായിരുന്നു എന്ന്. 30 വർഷം മുമ്പുള്ള എൻ്റെ കല്യാണവും ഇന്ന് ഞാൻ പറയുന്ന ഈ അവസ്ഥയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? 30 വർഷം മുമ്പുള്ള പൊന്നിൻ്റെ വിലയാണോ ഇന്ന്? കുട്ടികളെ നമ്മൾ ഒരു റീലിടുകയോ ഒരു ചെറിയ ഷോർട്സ് ഇടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ,
അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്, ഈ 30 വർഷം നടന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനതിൽ. ഞാനിപ്പം നിങ്ങളോട് പറയുന്ന ഒരു പുടവ വാങ്ങിക്കുന്നതിന് ഞാൻ എതിരല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല ഭംഗിയുള്ള, നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട്, ഇപ്പം നിങ്ങൾക്ക് ഒരു 25,000 50,000 അതുവരെ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ, ഐ എം നോട്ട് ടെല്ലിങ് അത് കർബ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് ഒരു ദിവസത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് മെമ്മറിയാണ്. 35 40 50 വർഷങ്ങളോളം ആ മെമ്മറി നമ്മളോടൊപ്പം, നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ നമ്മളോടൊപ്പം ആ പുടവയുടെ മെമ്മറി, മന്ത്രകോടിയുടെ മെമ്മറി ഉണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ആർഭാടങ്ങൾ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കല്യാണ മാമാങ്കം എത്ര പൈസയാണ് പൊട്ടിച്ച് കളയുന്നത്. നിങ്ങൾ പറയുന്നു റിലയൻസ് നടത്തിയില്ലേന്ന്. റിലയൻസ് നടത്തണം, റിലയൻസുകാരൊക്കെ നടത്തണം. അവരെ നമ്മൾ കോപ്പി അടിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒത്തിരി ഉണ്ട്. ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് സർപ്ലസ് ആയിട്ടുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു ഇറ്റ്. അല്ലാതെ ചില പെൺകുട്ടികൾ പറയും എനിക്ക് ഇങ്ങനെ ആയിരിക്കണം, എനിക്ക് ഇത്രയും വേണം സ്വർണം, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. അവർ തരുന്നത് വാങ്ങിക്കുക, അതാണ് അതിൻ്റെ ശരിയും, അതാണ് അതിൻ്റെ ഔചിത്യവും എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിന് എൻ്റെ കല്യാണത്തിന് ഞാൻ എന്ത് ചെയ്തു എന്നാണ് കുട്ടി എന്നോട് ചോദിക്കുന്നത്. ഞാൻ കല്യാണത്തിന് കൊടുത്തില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ, എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചാൽ അവർ പറയും ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് പറയേണ്ട കാര്യം ഇല്ലായിരിക്കാം, എന്നാലും ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ്, ഐ ഹാവ് ഡൺ എ ലോട്ട്. അത് എല്ലാം ഒന്നും എനിക്ക് പറയണമെന്നില്ലല്ലോ അല്ലേ. നിങ്ങൾ കേൾക്കുന്നവർക്ക് അറിയാം, കുറേ എൻ്റെ കഥകൾ പഴയ ഇത് മുതലുണ്ട്. ഇപ്പോൾ ഒരു 1.5 വർഷമായി ഞാൻ കഥകൾ പറയുന്നു. ഇറ്റ്സ് ഓൾ ഫ്രം ദ ഡയറി ഓഫ് മൈ ലൈഫ്. എൻ്റെ ഡയറികൾ ആണ് ഞാൻ ഈ പറയുന്നത്, വേറെ ഒരാളുടെ ഞാൻ കോപ്പി അടിച്ച് പറയുന്നതല്ല, എൻ്റെ ഓൺ കണ്ടൻറ്റാണ്. സോ ആ കാലത്ത് നിങ്ങൾ ചെയ്തില്ലല്ലോ, പിന്നെ ഇന്ന് 30 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വന്ന് പറയാൻ എന്താ അധികാരം എന്ന് ചോദിച്ചാൽ എനിക്ക് കൈ മലർത്താനേ നിവൃത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ടോപ്പിക്ക് കഴിഞ്ഞു. പക്ഷെ ലെറ്റ് മീ ടെൽ യു, ഇപ്പോൾ ഈ അച്ഛനും അമ്മമാരും ഇതുപോലെ തന്നെ ഒരുപാട് പേരെ വിളിക്കുന്നില്ലേ. ഇപ്പോൾ വിളിച്ചിട്ട് അവർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ നടത്തണ്ടെന്നേ ഞാൻ പറഞ്ഞത് കേട്ടോ. അവരുടെ ആളുകളെല്ലാം വിളിച്ച് ഞങ്ങൾ പല സ്ഥലത്ത് പോയി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അതുകൊണ്ട് ഇത്രയും പേരെ വിളിച്ച് നടത്തണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ അതിൻ്റെ, ഈ പേരൻസ് തന്നെ അതിൻ്റെ ചിലവുകൾ എടുത്തോളണം, ശരിയല്ലേ? കാരണം ഈ കുട്ടി എൻ്റെ കല്യാണത്തിനാണെങ്കിലും എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിനാണെങ്കിലും ഞാൻ ക്ഷണിക്കാനായിട്ട് എനിക്കൊരു 20 പേരിൽ കൂടുതൽ ഞാൻ ക്ഷണിച്ചിട്ടില്ല എൻ്റെ പേഴ്സണൽ ഇതിൽ. കാരണം നമുക്ക് അത്രയ്ക്കുള്ള കണക്ഷൻസേ ഉള്ളൂ. നമ്മുടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സോ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സോ, ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ലോയൊക്കെ ഞാൻ പഠിച്ചത് ഔട്ട്സൈഡ് ഓഫ് കേരള ആയതുകൊണ്ട് ആ സൈഡിൽ നിന്നും ആൾക്കാർ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലേക്കൊന്നും വരില്ല. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അടുത്ത കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ്, കൂടുതൽ അടുത്ത ഫ്രണ്ട്സിനെ മാത്രമേ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. സോ അതേപോലെ തന്നെയായിരുന്നു എൻ്റെ ബ്രദറോ, എല്ലാ അച്ഛൻ്റെയും അമ്മയുടെയും ഗസ്റ്റുകളായിരുന്നു. അപ്പോൾ അവരല്ലേ ആ ട്രീറ്റ് കൊടുക്കേണ്ടത് അല്ലേ, ശരിയല്ലേ? അത് തന്നെയാണ് ഇന്നത്തെയും അവസ്ഥ. നിങ്ങൾ അച്ഛനമ്മമാരുടെ ഫ്രണ്ട്സാണ് കൂടുതൽ വരുന്നതെങ്കിൽ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ചില ആളുകളെയൊക്കെ അല്ലേ. എൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത്, പൊതുവിൽ പറയാണ്, നമ്മൾ അറിയാത്ത ആളുകളായിരിക്കും കൂടുതലും ആ ചടങ്ങുകളിൽ വന്ന്. ചെറുക്കന് ഹൈറ്റ് ഉണ്ട്, കാണാൻ അത്ര പോരാ, പെൺകുട്ടിക്ക് കുറച്ച് നിറമുണ്ട് പക്ഷെ ഭംഗി പോരാ, ആഭരണങ്ങളൊക്കെ എന്താ ഇത് നിറം കുറഞ്ഞിരിക്കുന്നത്, ആൻറ്റിക്കോ, ഒരു മെനയില്ല, ഇതൊരു 50 പവനിൽ കൂടുതലുണ്ടോ, 100 പവനൊക്കെ ഗമേടിക്കുന്ന കേട്ട്. ഉറപ്പാണേ അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് പോകും. അയ്യോ ക്യൂ നിന്ന് മനുഷ്യനും അടുത്ത് ചാടി കയറി ഇരുന്ന് ഉണ്ടിട്ട് പോയിട്ട് പോരല്ലേ, എന്തുമായിരുന്നു 2 പായസം വെള്ളം പോലെ കിടക്കുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ അല്ലേ സദ്യ വയ്ക്കുന്നത്. ഇതും കേൾക്കും. ഇതും കഴിഞ്ഞ് പിന്നെ അവിടെ വന്നിരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനൊരു തിക്കിത്തിരക്കുണ്ട്. ഞാനൊരു കാര്യം മനസ്സിലാക്കി കേട്ടോ, ആരും നമ്മളുടെ ഫോട്ടോയും നോക്കുന്നില്ല. അവരവരുടെ ആ ഒരു ആൽബം നിങ്ങൾ എഴുതുന്നത്, നിങ്ങൾ എത്ര നേരം ആ ചെറുക്കനെയും പെണ്ണിനെയും കാണും, നിങ്ങൾ എവിടെ ഉണ്ടെന്നായിരിക്കും നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉള്ള ഗ്രൂപ്പിൽ ഒരു 3-4 ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിൽ അതിന് ചെറുതായിട്ട് കാണുന്ന ആ ഫോട്ടോസ്, ഇപ്പം അധികവും ആൽബംസ് ഒക്കെ ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലൈൻ. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കാണ് ഇഷ്ടം നമ്മളുടെ ഫോട്ടോസ് കാണാൻ? നമുക്ക് തന്നെ അല്ലേ. ഇപ്പം നമ്മൾ ഈ സെൽഫി എടുക്കുന്നതും അല്ലെങ്കിൽ ഇനി ഒരു കല്യാണത്തിന് പോയിട്ട് ഇടിച്ച് കയറി ഫോട്ടോ എടുക്കുന്ന പരിപാടിയെല്ലാം ഞാൻ നിർത്തി. ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ എന്തിനാ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും മദ്രാസിൽ നിന്ന് ഒരുപാട് പൈസ മുടക്കിയാണ് നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് വരാറ് കേട്ടോ, സത്യം പറയാണ്. ലൈക്ക് എപ്പോഴും ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റ് ടിക്കറ്റ്സും കൊടുത്ത്. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ ഇവിടെ നിന്നും പോയിട്ടുണ്ട്, അബുദാബിയിൽ നിന്നും പോയിട്ടുണ്ട് കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഞാൻ നിർത്തി, ഞാനതും കൂടെ പറയുകയാണ്, ഞാൻ നിർത്തി, ഞാൻ അങ്ങനെ പോകുന്നില്ല. കാരണം
നമ്മൾ അവിടെ ചെന്നിട്ട് അതൊരു വലിയ വന്നല്ലോ എന്നുള്ളൊരു അപ്രിസിയേഷൻ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദെയർ. വന്നിരിക്കുന്നു, അവരുടെ ഗമ കാണിക്കാൻ വന്ന, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കല്യാണത്തിന് വന്നിരിക്കുന്നത്. എനിക്കത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് അതിന് പോകുന്നത്? അവർക്ക് അങ്ങനെ അത്ര വലിയ താല്പര്യമൊന്നും കാണൂല നമ്മൾ വരണം എന്നൊന്നും, വെറുതെ ഒരു ഫോർമാലിറ്റിക്കൊന്നും വിളിക്കുന്നതായിരിക്കും. സോ കീപ്പ് അവേ ഫ്രം ഓൾ ദീസ് ഫങ്ഷൻസ്. ഇപ്പോൾ ആളുകൾ ചോദിക്കും, ഇപ്പം എല്ലാവരും അങ്ങനെ ചിന്തിച്ച കല്യാണങ്ങൾക്ക് ആളുണ്ടാവില്ലല്ലോ. വേണ്ടെന്നേ, കുറച്ച് ആൾക്കാർ മതി. ആ പയ്യൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും അവർ തമ്മിലാണ് ഒരു റിലേഷൻ ഉണ്ടാകാൻ പോകുന്നത്. ലെറ്റ് ദം ബോണ്ട്. അല്ലാതെയുള്ള പാരാഫെർണേലിയസ് ഒന്നും ആവശ്യമില്ല. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു അമ്മാവൻ, അച്ഛൻ്റെ ബ്രദർ, സിസ്റ്റർ, അത്രേ ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ അവരുടെ സൈഡിലും അങ്ങനെ. ഇതിൽ കൂടുതൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം തന്നെയാണ്. എൻ്റെ കല്യാണം അപ്പോൾ എന്താ ചേച്ചി അങ്ങനെ നടത്താമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ കേൾക്കാനുള്ള അത് തന്നെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് സംഭവിക്കുന്നത്. എനിക്കിപ്പോൾ ഡിസിഷൻ എടുക്കാം വേണമെങ്കിൽ എൻ്റെ മകളുടെ കല്യാണത്തിന്. ബട്ട് ഐ ഡോണ്ട് നോ, അവരുടെ ആ ഗ്രൂമിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ചിലപ്പോൾ അവർക്ക് എല്ലാം ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ കമ്പാറ്റബിലിറ്റി നോക്കണം. അവർ തമ്മിലും നമ്മൾ തമ്മിലുമുള്ള കമ്പാറ്റബിലിറ്റി കറക്റ്റാണ്. അവരും ഇതേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ സൂപ്പർബ് അല്ലേ? അപ്പോൾ ചില സമയങ്ങളിൽ പറയും, ചേച്ചി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും വേണം. നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ള അമ്പലത്തിൻ്റെ മുമ്പിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഒരുപാട് മുല്ലപ്പൂക്കളുടെയും നല്ല ഫ്ലവേഴ്സിൻ്റെയൊക്കെ മധ്യത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് നല്ല ഒരു കാര്യം തന്നെയാണ്. അതിന് ഒരു പ്രത്യേക വൈബ് ഉണ്ട് താനും. ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഈ കപ്പിൾസിൻ്റെ മുകളിൽ കിട്ടും. അത് ഉറപ്പ് തന്നെയാണ്. അതേസമയം നമ്മളോട് ഇഷ്ടമില്ലാത്തവരും നമ്മൾ എത്രത്തോളം നമ്മൾ മകൾക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മകന് എത്രത്തോളം കിട്ടി, ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വരുന്ന ബന്ധുമിത്രാദികളുടെ ഇടയിലുള്ള കല്യാണം എന്തുമാത്രം പോസിറ്റീവ് വൈബ് ഉണ്ടാവാനാണ്. എനിക്കറിയാവുന്ന ഒരു കല്യാണം നടന്നതിൽ മൂത്ത മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയുമായിട്ട് രണ്ടാമത്തെ, അത് എൻ്റെ കാര്യമൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ നീ ഇതിൽ നോക്കിയിട്ട് എൻ്റെ ചില കസിൻസിനൊക്കെ ഒരു പറച്ചിലുണ്ട്, നീ എന്താ എല്ലാം നിൻ്റെ കാര്യമാണ്. എല്ലാം എൻ്റെ കാര്യമൊന്നുമല്ല. ഐ ഡു ഹാവ് ക്ലയൻസ്, ഐ ഡു ഹാവ് സോഷ്യൽ സർക്കിൾ. അവിടെ നിന്നെല്ലാം അല്ലേ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് പറയട്ടെ. അപ്പോൾ ഈ രണ്ടാമത് വന്ന ആ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുക. ഈ ബന്ധുക്കൾ, അല്ലാതെ അച്ഛനും അമ്മയൊന്നും അല്ല, ബന്ധുക്കൾ, അവർ കമ്പയർ ചെയ്യുക. എന്നിട്ട് പറയാം, ചേട്ടത്തിക്ക് ഇത്രയും കിട്ടി, അവരാണ് ഭംഗി. അപ്പോൾ ഈ വരുന്ന പെൺകുട്ടി അത് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു അമ്മാവനോ അമ്മായിയോ ആരെങ്കിലും കേട്ടിട്ട് അതിനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടത്തിയോട് ആ കുട്ടിക്ക് ഒരു ദേഷ്യം ഉണ്ടാവില്ലേ? വരുമ്പോഴേ ഇവരിങ്ങനെ വലിയ, അന്ന് ആ ചേട്ടത്തി എന്തെങ്കിലും കുറ്റം ചെയ്തതാണോ? അല്ല. അപ്പം ഇതെല്ലാം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടി വിവരവും ബോധമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ അവർ നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന ഡയലോഗ്സ് പറയുന്നോ ഒന്നും ജസ്റ്റ് ഡോണ്ട് ലിസൺ ടു ഇറ്റ്. നമ്മളിലുള്ള നന്മ കാണാതിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുക. മനസ്സിലായില്ലേ? കാരണം അത് അവരുടെ തിന്മയാണ്. ആ തിന്മ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കണം. ഞാനതൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്നത് ഞാൻ ഉണ്ടാക്കിയിടുന്നതാണ് കേട്ടോ. ഓരോ സന്ദർഭങ്ങളിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയിടുന്നതാണേ. പറഞ്ഞു വന്നത് അപ്പോൾ കല്യാണങ്ങൾ, പിന്നെ റിലയൻസിൻ്റെ കല്യാണത്തിനെ പറ്റി അന്നും ഞാൻ പറഞ്ഞിരുന്നു. അത് ഒരു പ്രസ്ഥാനമാണ്. അവർക്ക് ആ കല്യാണം വഴി അവർ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. ബിസിനസ്, മനസ്സിലായോ? അവർ ഈ വലിയ വലിയ സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്ന് ദേ ജസ്റ്റ് ഡോണ്ട് ഈവൻ നോ ഹൂ റിലയൻസ് ഈസ്. ചില പോപ്പ് സ്റ്റാർസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, റയാന എന്നൊക്കെ പറഞ്ഞു. അവർക്കൊന്നും അറിയാൻ പോലും പാടുണ്ടാവില്ല ഇവരെ. ഈ കല്യാണം വഴിയായിരിക്കും അവർ അതിനെപ്പറ്റി സെർച്ച് ചെയ്യുകയും അവരുടെ മാനേജേഴ്സ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലുള്ള ഇതുപോലെ റിലയൻസ് പോലെ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടെന്ന് വയ്ക്കുക, XXX കമ്പനി, നമുക്കറിയോ? ഇല്ലല്ലോ. വി ജസ്റ്റ് ഡോണ്ട് നോ. വി ഓൺലി നോ സർട്ടൺ പീപ്പിൾ. ഒരു സ്റ്റീവ് ജോബ്സിനെ അറിയാം, ഒരു എലൺ മസ്കിനെ അറിയാം, അല്ലേ? അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ ആൾക്കാരെയൊക്കെ നമുക്കറിയാം. പിന്നെ ഇവിടുന്ന് രവി പിള്ളനെ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ യൂസഫ് അലിക്കെ അറിയാം. അങ്ങനെ വളരെ എണ്ണം പറഞ്ഞ ആൾക്കാരെ നമ്മൾ അറിയുള്ളൂ, അല്ലേ? അതുപോലെ ആയിരിക്കും അവർക്കും. അങ്ങ് വെസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ദേ മേ നോട്ട് നോ ഓർ അനിൽ അംബാനി ആൻഡ് അതേഴ്സ് ആവശ്യമില്ലല്ലോ. അവരും അതൊരു ബിസിനസ്സായിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെന്തെങ്കിലും ഒരു ബിസിനസ് അവിടെ കണ്ടിട്ടുണ്ടാകും ഇവരെ കൊണ്ടുവരുന്ന വഴി. അങ്ങനെയാണ് റിലയൻസിൻ്റെ കല്യാണം മാമാങ്കമൊക്കെ അങ്ങനെ നടന്നത്. അവർ ഇപ്പോൾ എത്ര 1500 കോടി അവർ മുടക്കി, എത്രയെന്ന് അറിയില്ല കേട്ടോ, ഒരു എമൗണ്ട് പറഞ്ഞതേ ഉള്ളൂ.
3000 കോടി അവർക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവും ഒരു പല ബിസിനസ് വഴിയും ടാക്സ് സേവിങ്സ് വഴിയും ഗിഫ്റ്റ് കൊടുക്കുന്നത് വഴിയും. ഈ ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നത് ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെടും, അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഓൾ ദീസ് തിങ്സ് അവരുടെ ഇതൊരു ബിസിനസ്സാണ്. അത് കണ്ടുകൊണ്ട് ആന വായ പൊളിക്കുന്നുണ്ട് ആട് വായ പൊളിക്കാൻ പാടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് നമ്മൾ ചുരുങ്ങണമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആവശ്യത്തിനുള്ള ചടങ്ങുകൾ ഏതൊക്കെ, ഇപ്പോൾ പള്ളിയിലത്തെ ആണെങ്കിൽ അവരൊരു ചടങ്ങ് നിഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്, അത് ചെയ്യുക. അമ്പലങ്ങളിലാണെങ്കിൽ ഒരു ചടങ്ങ് നിഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്, അത് ചെയ്യുക. ഹാൾസിലാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അല്ലാതെ ഓവറായിട്ടുള്ള ഈ എക്സ്റ്റൻഷൻ ഓഫ് തിങ്സ് വേണ്ടാന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു ഫ്രീസ് ആഘോഷങ്ങളും അതിനകത്ത് എത്രത്തോളം അത് ഇമ്മീഡിയറ്റ് ഫാമിലിയുമായിട്ട് നിങ്ങൾ ആഘോഷിക്കൂ. കാരണം നിങ്ങളുടെ ഇമ്മീഡിയറ്റ് അല്ലാത്ത ഫാമിലി മെമ്പേഴ്സ് ഇതിലൊക്കെ വരുന്നത് അവർക്കൊരു ടൈം പാസ് മാത്രമാണ്. അവർ കുറ്റം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഒരു കുറ്റവും പറയാതെ ചിരിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ഉള്ളിലെങ്കിലും പറഞ്ഞിട്ട് പോകും. ഐ നോ സോ മെനി പീപ്പിൾ ഡൂയിങ് ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ പഴയ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ പ്രസക്തമേ അല്ല. 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ പ്രസക്തമല്ല. ഈ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ആൻറ്റിയുടെ കല്യാണത്തിൻ്റെ ചിലവുകൾ ആൻറ്റിയാണോ വഹിച്ചതെന്ന് ചോദിച്ചതിന് ഒരിക്കലും അല്ല. ഇപ്പോഴത്തെ കുട്ടികളും വഹിക്കേണ്ട ആവശ്യമില്ല, അച്ഛനും അമ്മമാരും തന്നെ വഹിക്കട്ടെ. അവർ നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് ആവശ്യമാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക പ്രസ്ഥാനം തന്നെയാണ്. ചിലർക്ക് എന്താണ്, ഒരു കുട്ടിയുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു റീലുണ്ട്, ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാവില്ല എന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെയാണ്. ചിലർക്ക് അത് നന്നായിട്ട് വരും, ചിലർക്ക് ശരിയാകാറില്ല. അപ്പോൾ ഇതിനൊന്നും ഒരു ടെംപ്ലേറ്റ് ഇല്ല. ഒരു ടെംപ്ലേറ്റ് വെച്ച് നമുക്ക് ഒരു മാമിയാരെ, അതായത് ഒരു അമ്മായിയമ്മയെ നമുക്ക് അളക്കാൻ പറ്റില്ല. എല്ലാ അമ്മായിയമ്മമാരും ഇതേ അച്ഛാണോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. മരുമക്കൾ തെറ്റുകൾ ചെയ്യുന്നവരുമുണ്ട്, അതും പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഓപ്പണായിട്ട് ഞാൻ പറയാം, എൻ്റെ ഒരു പാതയിൽ കുറുക്കെ നടന്നാൽ, ആരെങ്കിലും കുറുക്കെ നടന്നാൽ ഐ വിൽ നോട്ട് അലൗ. കാരണം അതെൻ്റെ വളർച്ചയ്ക്ക് ബാധകമാകുന്നുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, പക്ഷേ ഞാനൊരു കാര്യമാണ് ഞാൻ ചെയ്യുക, ഞാൻ തട്ടി മാറ്റില്ല, ഞാൻ പതുക്കെ വകഞ്ഞു മാറ്റും. ഞാനങ്ങനെ തന്നെയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഉണ്ടെങ്കിലേ ഇതിങ്ങനെ ഓടുള്ളൂ. 10K ആകാൻ ഞാൻ വിടുന്ന പാട് ദൈവമേ. 10,000 പേരാകാനായിട്ട് ഇനിയും കുറച്ചുകൂടെ വേണം, 100 പേരും കൂടെ വേണം എന്ന് തോന്നുന്നു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ, എൻ്റെ അമ്മ പറയണേ, നീ കത്തി കാട്ടി പേടിപ്പിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാലൊന്നും ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല, അവർക്ക് ഇഷ്ടം തോന്നണം നിന്നോട്. ശരിയാണല്ലേ, എന്നോട് ഇഷ്ടം തോന്നാം. നിങ്ങൾക്കൊന്ന് കുറച്ച് ഇഷ്ടം തോന്നും, എൻ്റെ സംസാരത്തിനോടെങ്കിലും കുറച്ച് ഇഷ്ടം തോന്നും. ശരി, വേറെ ഒന്നും പറയാനില്ല ഇന്ന്. സോ വിവാഹത്തിനെ പറ്റിയാണ് എൻ്റെ ടോപ്പിക്ക്. വിവാഹം ആഘോഷിക്കണ്ടേ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ രീതിയിൽ ചെറുതായിട്ട് ആഘോഷിച്ചാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. അതല്ല, ഞങ്ങളുടെ കയ്യിൽ കുറേ പൈസയുണ്ട്, ഞങ്ങൾക്ക് ആഘോഷിക്കണം എന്ന് പറയുകയാണെങ്കിൽ ആഘോഷിച്ചോളൂ. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.